ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചിക്കൻ വേണം. പിന്നെ നമുക്ക് ഉള്ളത് മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗരം മസാല പൊടി ഉണ്ട്, ജീരകം ഉണ്ട്. ഇതെന്തായിരുന്നു ഞാൻ എൻ്റെ പേര് മുളക് പൊടി ഉണ്ട്, പിന്നെ നാരങ്ങ നീരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ചിക്കൻ എടുത്ത് വെച്ചിട്ട് മസാല വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുളക് പൊടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി മതി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയല്ല, കാശ്മീരി ചില്ലി പൊടിയാണ്. എന്നിട്ടാണ് എടുത്തതാണ് മഞ്ഞപ്പൊടി. അപ്പോൾ അതിട്ടതിന് ശേഷമാണ് നമുക്ക് മഞ്ഞപ്പൊടി വേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മളൊക്കെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടതിന് അടുത്തത് ഗരം മസാല പൊടിയാണ്. ഗൈസ് നമുക്ക് ഗരം മസാല പൊടി ഇട്ടതിനാൽ അടുത്തതായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടതിനാൽ പിന്നെ ഉള്ളത് ഗൈസ് നമ്മൾ ഗരം മസാല ഇട്ടതിനാൽ പിന്നെ ഉള്ളത് ജീരകമാണ്. ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം 2 ടേബിൾ സ്പൂൺ ആണ് ഉള്ളത്. ഗൈസ് നമ്മുടെ ജീരകം ഇട്ടിട്ടുണ്ട്. അതേന ഇഞ്ചി ചതച്ചതാണ്. അടുത്തതായിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തോളൂ. ഗൈസ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ നല്ലോണം ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഗൈസ്. നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം ഗൈസ്. മസാല എല്ലാത്തേക്ക് എത്തണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത് മിക്സ് ചെയ്ത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് 2-3 മണിക്കൂറത്തേക്ക് റെസ്റ്റ് എടുക്കണം. എന്നിട്ടേ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അടുത്തത് ഫ്രൈ ചെയ്യും. നമ്മൾ ചിക്കൻ 2 മണിക്കൂർ വെച്ചതാണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഫ്രൈ ചെയ്യാൻ പോകണം. നേരെ നമ്മൾ പൊരിക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കനിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. ഗൈസ് കോൺഫ്ലവർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പൊരിക്കേണ്ടത്. നല്ലോണം എടുക്കണം ഗൈസ്. നല്ലോണം എടുക്കണം. കോൺഫ്ലവർ കൂടി എല്ലായിടത്തേക്കും ഇട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കോൺഫ്ലവറോട് ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചിക്കൻ നല്ലോണം ക്രിസ്പി ആവാനായിട്ടുണ്ട് ഗൈസ്. നല്ലോണം മിക്സ് ചെയ്യണം ഗൈസ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് ഫ്രൈ ചെയ്യുന്നതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചിക്കൻ ഇടണം. നല്ലോണം ചൂടാക്കുന്നത് ഗൈസ്. അവിടെ ചിക്കൻ പൊരിച്ചോണ്ടിരിക്കുന്നതാണ്. അവിടെ നിൽക്കേണ്ട ക്യാമറയിൽ എല്ലാം ഇതാവുന്നുണ്ട്.
എൻ്റെ കയ്യിലൊക്കെ തെറിക്കും. കാരണം അവിടെ നിന്ന് പോകുന്നത് അത് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴത്തേക്കും മറിച്ച് തരണം, വേറൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്കിനി അത് പൊരിച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ മറിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ നേരെ പ്ലേറ്റിലൊക്കെ മാറ്റണം ഗൈസ്. നമ്മൾ ചിക്കൻ ഫുള്ള് മറിച്ചിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചട്ടിയിലെടുക്കാനൊക്കെ കുറച്ച് വേപ്പിലിട്ടിട്ട് ഒന്നും കൂടി ഇതാക്കുന്നതാണ്. എന്നിട്ട് അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റും. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റിംഗ് പരിപാടിയാണ്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വേപ്പിലിടുന്നുണ്ട് ഗൈസ്. വേപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഈ എണ്ണയൊക്കെയാണ് ബാക്കിയുള്ള ടേസ്റ്റിംഗ് പരിപാടിയിലേക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിക്ചർ വെച്ചിട്ടുണ്ട്. ഇച്ചിരി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിക്കാം. കഴിച്ചിട്ടുണ്ട് ഒരു അടിപൊളി പീസ്. നല്ല തോന്നുന്നു. എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു കഷ്ടം ചൂടാണ്. നമ്മുടെ നിഷാന് വന്നിട്ടുണ്ട്. നിഷാന്റെ അടുത്ത് ടേസ്റ്റ് ചോദിക്കാം. നിഷാനെ കാണിക്കണ്ടെന്ന് ഗൈസ് സോറി ഗൈസ്, അറിയാണ്ട് പറ്റിപ്പോയ ഗൈസ്. തിരിച്ചായി പോയി, ക്ഷമിക്കാം. ശരിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഫിനിഷ് ചെയ്താണ്. ചിക്കന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. നിഷാൻ്റെയും മുച്ചിയൊക്കെ വീഡിയോ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് ഇങ്ങനെ കുറച്ചൊക്കെ പോകുമ്പോൾ അവർ കാണരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഗൈസ് ഇടയ്ക്കൊക്കെ വെച്ച് ശബ്ദമൊക്കെ വന്നത്. സോറി. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഗൈസ് നമ്മുടെ യൂട്യൂബിൽ 20 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സപ്പോർട്ടിന് തന്നെ ഇനിയും സപ്പോർട്ട് കിട്ടണം ഗൈസ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എല്ലാവർക്കും ബൈ.